അടുത്തത് പ്രോഗ്രാം നമ്പർ 6. എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ആർ സ്റ്റോർഡ് ഇൻ എ ഫയൽ. റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് ദ പ്രൈം നമ്പേഴ്സ് എമംഗ് ദം. ഒരു ഫയലിൽ നമ്മൾ കുറേ നമ്പേഴ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള പ്രൈം നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യണം. അതാണ് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഫയൽ ഓപ്പൺ ചെയ്യണം. F ഓപ്പൺ numbers.txt. നമ്പേഴ്സ് എന്ന് പറയുന്ന ഫയലാണ്. അത് TXT ഫോർമാറ്റിലാണ്. W എന്ന് പറഞ്ഞാൽ റൈറ്റ് മോഡിലാണ്. F.write എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നമ്പേഴ്സ് എല്ലാം റൈറ്റ് ചെയ്തിട്ടുണ്ട്. F.close. അപ്പോൾ ഇതാണ് ഓപ്പൺ ചെയ്താൽ ക്ലോസ് ചെയ്യണം. അതിൻ്റെ അകത്ത് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നമ്പേഴ്സ് എല്ലാം റൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതെങ്ങനെയാണെന്ന് ഫയൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ദെൻ അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫംഗ്ഷനാണ് def ഈസ് എ പ്രൈം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഇതിൻ്റെ അകത്തുള്ള ഈ ഫയലിൻ്റെ നമ്പർ <= 1 ആണെങ്കിൽ, ഒന്നിൽ താഴെയാണെങ്കിൽ റിട്ടേൺ ഫാൾസ്. അതിൻ്റെ അകത്ത് പ്രൈം നമ്പർ ഒന്നുമില്ല എന്ന് പറയും. ഇനി ഇഫ് I in range 2 അപ്പോൾ നമ്മളിപ്പം 101 നമ്പർ 101 ഒരു പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് 101ൻ്റെ റൂട്ട് എടുക്കുക. അത് 10 ആണ്. 10 + 1 അപ്പോൾ 11. അപ്പോൾ 2 to 11 ചെക്ക് ചെയ്താൽ മതി. 2 to 11 എന്ന് പറഞ്ഞാൽ 2 up to 10 വരെ ചെക്ക് ചെയ്യുള്ളൂ. അപ്പം ഈ 101ൻ്റെ ഫാക്ടേഴ്സ് 2 മുതൽ 10, ഈ 101ൻ്റെ ഫാക്ടേഴ്സ് 2 മുതൽ 10 വരെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. 11, 12, 11 കഴിഞ്ഞിട്ട് 10 കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ഒക്കെ ഇതിൻ്റെ ഫാക്ടേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതില്ല. 10 കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ഇതിൻ്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ 10 വരെയുള്ള ഒരു നമ്പറും ഫാക്ടർ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളത് അവിടെ ഉപയോഗിക്കുന്നത്. അത് മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇത് എഴുതിയില്ലെങ്കിൽ കുറേ നേരം കമ്പ്യൂട്ടർ സമയമെടുക്കും. അതുകൊണ്ടാണ് റൂട്ട് ഓഫ് നോക്കുന്നത്. ഈ നമ്പറിൻ്റെ റൂട്ട് വരെ ഉള്ളത് ഏതെങ്കിലും അതിൻ്റെ ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി ഫാക്ടർ ആണെങ്കിൽ അത് പ്രൈം നമ്പർ അല്ല, റിട്ടേൺ ഫാൾസ്, പ്രൈം നമ്പർ അല്ല എന്ന് പറയും. ഇനി ആണെങ്കിലോ /i ഫാക്ടർ ഇപ്പം അതുവരെയുള്ളതിൻ്റെ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് ഫാക്ടർ ആണെങ്കിൽ മോഡുലസ് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പം 101നെ 10 വരെയുള്ള ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2, 3, 4, 5, 6, 7 അതുവരെ 10 വരെയുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ എന്തല്ല, റിമൈൻഡർ 0 കിട്ടൂല. അപ്പോൾ അതെന്ത് നമ്പറാണ്? പ്രൈം നമ്പറാണ്. അതെന്താ? റിട്ടേൺ 0 കിട്ടൂല. അപ്പം റിട്ടേൺ ട്രൂ ആണ്. അതാണ് അത് പ്രൈം നമ്പറായിട്ട് വരും. അപ്പം റിട്ടേൺ ഫാൾസ് അല്ല. ഇനി ഫോർ എക്സാമ്പിൾ ഇനി 45 വരെയുള്ള നമ്പറിന് അത് ഇതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുക. 45ൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 6 ആണ്. 6 എൻ്റെ 45ൻ്റെ ഇൻറ്റിജർ പാർട്ട് 6 വരെ 7 × 7 49 ആണ്. 6 + 1 7. അപ്പോൾ 0 മുതൽ 7 വരില്ല. ഇവിടെ 0, 7 എന്നാണ് അറിയാം. അപ്പോൾ 0 മുതൽ 6 വരെയുള്ളത് ഇതിൻ്റെ ഫാക്ടർ ആണോ നോക്കും. അപ്പോൾ എന്താ, ഈ 6 വരെയുള്ളത് ഇതിൻ്റെ ഫാക്ടർ ആണോ നോക്കും. അപ്പോൾ ഇതിൻ്റെ 5 എന്താ, 5 ഇതിൻ്റെ ഫാക്ടറാണ്. അപ്പം I കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, നമ്പറിനെ I കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എത്രയാണ്? 0 ആണ്. 3 കൊണ്ട് ചെയ്താലും 0 കിട്ടും, 5 കൊണ്ട് ചെയ്താലും 0 കിട്ടും. അപ്പോൾ എന്താ, 0 ആണ്. അപ്പോൾ റിട്ടേൺ ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ പ്രൈം നമ്പർ അല്ല എന്നാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ 45 എന്താ, പ്രൈം നമ്പർ അല്ല. അങ്ങനെയാണ് വരിക. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ളതെല്ലാം നോക്കുക. അത് കഴിഞ്ഞിട്ട് വിത്ത് ഓപ്പൺ ദെൻ ഇത് നോക്കുക. numbers.read മോഡിലാണ്. വിത്ത് ഓപ്പൺ ചെയ്ത് റീഡ് ചെയ്തു, നമ്പേഴ്സ് അതിൻ്റെ അകത്ത് നോക്കി സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ സ്പേസ് കൊണ്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. നമ്പേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഈ
ഫയലിലുള്ള നമ്പേഴ്സ് ചെക്ക് ചെയ്യുന്നത്. ഫയൽ റീഡ് ചെയ്തിട്ട് അതിനകത്തുള്ള സ്പേസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യും. സ്പേസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻറ്റിജറായിട്ട് മാപ്പ് ചെയ്യും. എന്നിട്ട് അത് ആ ലിസ്റ്റിലുണ്ടാക്കും. അതാണ്. അപ്പം നമ്പേഴ്സ് ഈ ലിസ്റ്റിലുള്ള നമ്പേഴ്സിനെ റീഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്തുള്ള നമ്പേഴ്സിനെ എടുക്കുന്നതാണ്. ഓക്കെ, അതാണ് റീഡ്. ദെൻ അപ്പം ഫോർ n in numbers if is prime n പ്രൈം ആണെങ്കിൽ ട്രൂ ആയിരിക്കും, പ്രിന്റ് n എന്ന് വരും. അതാണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെയാണ് ഫയലിലെ നമ്പേഴ്സ് റീഡ് ചെയ്യുന്നത്. ഇവിടെയാണ് ഫയലിലെ നമ്പേഴ്സ് ചെക്ക് ചെയ്യുന്നത്. റീഡ് ചെയ്ത നമ്പേഴ്സ് ചെക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ ഫംഗ്ഷനാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ്റെ അകത്ത് ട്രൂ ആയതൊക്കെയാണ് നമുക്ക് എന്താവുക, പ്രൈം ആയിട്ട് വരിക. ഈ ഫംഗ്ഷനിൽ ട്രൂ ആയിട്ടുള്ളതൊക്കെ പ്രൈമാണ്. ഫാൾസ് ആയത് കോമ്പോസിറ്റ് ആണ്. ഇവിടെയാണ് ഫംഗ്ഷൻ റീഡ് ചെയ്യുന്നത്, ഇവിടെ ഫംഗ്ഷൻ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ റൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ലിസ്റ്റിൻ്റെ അകത്തുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? ഈ ലിസ്റ്റിൻ്റെ അകത്തുള്ള പ്രൈം നമ്പേഴ്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഔട്ട്പുട്ട് ഇതാണ്: 2, 3, 5, 7, 23, 37, 101, 67 ആണ് ഇതിൻ്റെ അകത്തുള്ള പ്രൈം നമ്പേഴ്സ്. ഓക്കെ.